ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലീൻ സീരിയൽ. ഞാൻ ഇന്നിവിടെ കുടുംബവിളക്ക് സീരിയലിലെ 19 നവംബർ 2020 എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. കുടുംബവിളക്ക് സീരിയലിലെ റിവ്യൂ പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലീൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിദ്ധാർത്ഥിനെയും വേദികയും കാണിച്ചുകൊണ്ടാണ്. സിദ്ധാർത്ഥിനോടായിട്ട് വേദിക പറയുകയാണ്, നീരവിനെ ഓർത്ത് നീറിപ്പുകയാണ് എൻ്റെ മനസ്സ്. സിദ്ധാർത്ഥ്, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ട് എന്നും. ഇത് പറഞ്ഞ് സിദ്ധാർത്ഥ വേദികയെ ചേർത്ത് പിടിക്കുന്നു. വേദിക, സിദ്ധുവിൻ്റെ ഈ സ്നേഹം എന്നെ വിട്ട് പോകാതിരുന്നാൽ മതി. അതാണിപ്പോൾ എൻ്റെ പേടി. സമ്പത്ത് എന്നെ ഡിവോഴ്സ് ചെയ്യില്ല. എനിക്ക് സിദ്ധുവിൻ്റേതാകാൻ അയാൾ സമ്മതിക്കില്ല. സിദ്ധു സുമിത്രയുമായി ഡിവോഴ്സ് വാങ്ങി വന്നാലും എനിക്ക് സിദ്ധുവിനെ കല്യാണം കഴിക്കാൻ സമ്പത്ത് സമ്മതിക്കില്ല. അങ്ങനെയെങ്കിൽ സിദ്ധു വിചാരിക്കില്ലേ ഞാൻ സിദ്ധുവിനെ ചതിക്കുകയാണെന്ന്? അതോർത്ത എൻ്റെ വിഷമം. സിദ്ധാർത്ഥ്, സമ്പത്ത് ഡിവോഴ്സ് തന്നാലും ഇല്ലെങ്കിലും നമ്മൾ ഒന്നിച്ചു തന്നെ ജീവിക്കും. അതിലൊരു സംശയം വേണ്ട തനിക്ക്. വേദിക, സമ്പത്തിൻ്റെ വരവ് സിദ്ധുവിനെ വിഷമിപ്പിക്കുന്നുണ്ടോ? സിദ്ധാർത്ഥ്, ചെറിയ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീരവിനെ അയാൾ കൊണ്ടുപോയില്ലേ? അയാൾക്ക് നിന്നെ വേണ്ട, പിന്നെന്തിനാ അയാൾ നിന്നെ ഡിവോഴ്സ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. വേദിക, സമ്പത്തിൻ്റെ വരവിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാ ആരോ, അല്ലാതെ അയാൾ വരില്ല. സിദ്ധാർത്ഥ്, ആര്? വേദിക, സുമിത്ര. അല്ലാതെ ആര്? സിദ്ധാർത്ഥ്, ഏയ് സുമിത്രയ്ക്ക് അതിനൊക്കെ കഴിയൂ? സുമിത്രയ്ക്ക് കഴിവില്ല, പക്ഷേ അവളുടെ കൂടെയുള്ള ശ്രീകുമാറിന് അതിന് കഴിവുണ്ട്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. സുമിത്ര പറയുന്ന അതേ വാക്കുകളാണ് സമ്പത്തും പറയുന്നത്. എനിക്കതാ സംശയം. സുമിത്രയാണ് സമ്പത്തിനെ കൊണ്ട് എൻ്റെ മോനെ എന്നിൽ നിന്ന് അകറ്റിയത്. എല്ലാം അവളുടെ ബുദ്ധിയാണ്. സിദ്ധാർത്ഥ്, സുമിത്ര എന്തും ചെയ്തോട്ടെ, അവൾ വിചാരിച്ചാലൊന്നും നമ്മളെ തളർത്താൻ സാധിക്കില്ല. നീരവിനെ നമ്മൾ കൊണ്ടുവരും. എന്ത് വന്നാലും ഞാനുണ്ടാകും നിന്റെ കൂടെ. സുമിത്ര അതിനുവേണ്ടി എന്ത് ശ്രമിച്ചാലും നടക്കില്ല. വേദിക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു. അടുത്ത ഭാഗം കാണിക്കുന്നത് രാത്രി ശീതള് മുകളിലത്തെ മുറിയിൽ നിന്നും താഴേക്ക് വന്ന് ലാൻഡ് ഫോണിൽ നിന്നും ആരും കാണാതെ സിദ്ധാർത്ഥിനെ വിളിക്കുന്നു. സിദ്ധാർത്ഥ്, ഹലോ. അച്ഛൻ എന്താ എന്നെ വിളിക്കാത്തത്? മോളെ, നിന്റെ കാര്യം എന്താണെന്നറിയാതെ അച്ഛനും വിഷമിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് വിളിച്ചാൽ എൻ്റെ ശബ്ദം കേട്ടാൽ അറപ്പുള്ളവരാണ് ഫോൺ എടുക്കുന്നതെങ്കിൽ നിനക്ക് ഫോൺ തരിക പോലും ഇല്ലല്ലോ. മോളുടെ ഫോൺ ഇവിടെ ഇരിക്കുകയല്ലേ. മോൾക്കിപ്പോൾ എങ്ങനുണ്ട്? എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലച്ചാ. ഈ വീടാണ് പ്രശ്നം. ഈ വീട്ടിൽ വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അതിങ്ങനെയല്ല. ഇതെന്നെ പിടിച്ചു കൊണ്ടുവന്ന പോലെ ആയില്ലേ. എനിക്കിവിടെ ശ്വാസം മുട്ടുവാ അച്ഛാ. അച്ഛനടുത്ത് നിൽക്കാനാ എനിക്കിഷ്ടം. ശീതള ഫോൺ വിളിക്കുന്നത് പ്രതീഷ് കേൾക്കുന്നു. സിദ്ധാർത്ഥ്, എന്ത് ചെയ്യാം മോളെ, നിന്റെ അമ്മ നിന്നെ എൻ്റെ കൂടെ നിർത്താൻ സമ്മതിക്കില്ലല്ലോ. ശീതള്, ഞാൻ എവിടെ താമസിക്കണമെന്നത് ഞാനല്ലേ അച്ഛൻ തീരുമാനിക്കുന്നത്. അച്ഛൻ നാളെ ഇങ്ങോട്ട് വരണം. എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ആര് തടഞ്ഞാലും ഞാൻ അച്ഛനോടൊപ്പം വരും. സിദ്ധാർത്ഥ്, ഞാൻ അങ്ങോട്ട് വന്നാൽ സുമിത്ര അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ മോളെ. എന്നാലും അച്ഛൻ വരാൻ നോക്കാം, മോള് വിഷമിക്കണ്ട. ശീതള്, ശരി അച്ഛാ. ശീതള് ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതീഷിനെ കാണുന്നു. പ്രതീഷ്, നീ എന്തിനാ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചത്? ശീതള്, അച്ഛൻ്റെ വീടല്ലേ ഇത്, അച്ഛന് ഈ വീട്ടിൽ വന്നൂടെ? പ്രതീഷ്, അച്ഛന് നിന്നെ കാണാൻ വരാം, പക്ഷേ അച്ഛൻ വരുന്നത് അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്. ശബ്ദം കേട്ട് സുമിത്ര അങ്ങോട്ട് വരുന്നു. സുമിത്ര ശീതളിനോടായിട്ട്, ശീതൾ, നീ എന്തിനാ മോളെ എപ്പോഴും എല്ലാവരോടും വഴക്കിടുന്നത്? ശീതൾ, ഞാൻ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കേട്ട് ഏട്ടനാ എന്നോട് വഴക്കിടാൻ വന്നത്. അതിന് അമ്മയല്ലേ കൂട്ട് നിൽക്കുന്നത് ഏട്ടന്. സുമിത്ര, അച്ഛന് ഈ വീട്ടിൽ വരാൻ അലർജി ഉള്ളത് കൊണ്ടല്ലേ മോളെ അച്ഛൻ ഇവിടെ വരാത്തത്. അച്ഛനെ ഇവിടെ നിന്നും വിലക്കിയിട്ടില്ലല്ലോ. ശീതൾ, അമ്മ കാരണമാ അച്ഛൻ ഇവിടെ വരാത്തത്. എന്തായാലും എൻ്റെ അച്ഛൻ വന്ന് വിളിച്ചാൽ ഞാൻ അച്ഛനോടൊപ്പം പോകും. എനിക്ക് എൻ്റെ അച്ഛനെ വിഷമിപ്പിക്കാൻ പറ്റില്ല. സുമിത്ര, മോളെ, അച്ഛൻ നിനക്ക് എന്താ പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നിനക്ക് പല കാര്യങ്ങളും അറിയില്ല. ശീതൾ, എനിക്കെല്ലാം അറിയാം അമ്മേ. അമ്മ കാരണമാ അച്ഛൻ വേദിക ആൻറ്റിയുടെ വീട്ടിൽ താമസിക്കുന്നത് പോലും. ശീതളിൻ്റെ വാക്കുകൾ കേട്ട് സുമിത്ര വിഷമിച്ച് നിൽക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് വേദികയുടെ വീടാണ്. സിദ്ധാർത്ഥ് വിഷമിച്ചിരിക്കുന്നു. വേദിക, എന്താ സിദ്ധു, ഇന്ന് നേരത്തെ എണീറ്റോ? സിദ്ധാർത്ഥ്, ഉറങ്ങിയാലല്ലേ ഉണരേണ്ട ആവശ്യമുള്ളൂ. വേദിക, അപ്പോൾ ഇന്നലെ രാത്രി സിദ്ധു ഉറങ്ങിയില്ലേ? ശീതളിനെ ഓർത്താണോ സിദ്ധുവിൻ്റെ ഉറക്കം പോയത്? സിദ്ധാർത്ഥ്, അവൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അവൾക്ക് നമ്മളോടൊപ്പം വരുന്നതാണത്ര ഇഷ്ടം. അവൾക്ക് അവിടെ നല്ല സ്വീകരണം കിട്ടി കാണില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു. എനിക്കും അവളെ പിരിഞ്ഞ് ജീവിക്കുന്നത് പ്രയാസമാണ്. വേദിക, അവൾ ഇവിടെ ഇല്ലാത്തത് എനിക്ക് നല്ല വിഷമമുണ്ട് സിദ്ധു. സിദ്ധാർത്ഥ്, ശീതൾ പോയത് നിന്നെയും വിഷമിപ്പിക്കുന്നുണ്ടോ? വേദിക, എൻ്റെ നീരവും മോനില്ലാത്ത അതേ വിഷമമാണ് ശീതൾ മോൾ ഇവിടുന്ന് പോയതിൽ എനിക്ക്. അവർ രണ്ടുപേരും ഇവിടുന്ന് പോയപ്പോൾ ഈ വീട് ഉറങ്ങിപ്പോയി. ശീതൾ മോൾ എനിക്ക് എൻ്റെ മോനെ പോലെ തന്നെയാണ്. അവളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സന്തോഷം കിട്ടിയാനെ. അവളെ അവരെല്ലാവരും കൂടെ അവിടെ ബുദ്ധിമുട്ടിക്കുകയായിരിക്കും.
ഇവിടെയാണെങ്കിൽ അവൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കൾ ഉണ്ടായിരുന്നാലും ഞാനും അവളും ഇവിടെ ജീവിച്ചത് അമ്മയും മോളെയും പോലെ അല്ലായിരുന്നോ സിദ്ധു? അവളും നീരവും എനിക്ക് ഒരുപോലെയായിരുന്നു. അന്ന് ദേഷ്യം വന്നപ്പോൾ അടിച്ചു എന്നല്ലാതെ അവളും ഞാനും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവൾക്ക് വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുമില്ല. അടിച്ചതിൻ്റെ പിണക്കം മാറ്റാൻ അവളെയും കൂട്ടി ഒരു ടൂറിന് പോകാമെന്ന് കരുതിയപ്പോഴല്ലേ അവളിത് ചെയ്തത്. സിദ്ധു പോയി അവളെ വിളിച്ചുകൊണ്ട് വരണം. സിദ്ധാർത്ഥ്: പക്ഷേ പോലീസല്ലേ അവളെ അങ്ങോട്ട് അയച്ചത്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും വേദിക? സുമിത്ര അവളെ വിടുമോ? വേദിക: പോലീസ് അവളെ അങ്ങോട്ട് അയച്ചാലും അവൾ അവിടെ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ എന്ത് ചെയ്യും? അവൾക്ക് അവിടെ കടുത്ത മാനസിക സമ്മർദ്ദമുണ്ട്. സുമിത്രയെ പേടിച്ച് അവളെ വീണ്ടും ആത്മഹത്യ ചെയ്യാൻ വിടുകയാണോ സിദ്ധു? നിങ്ങൾ വിളിച്ചാൽ അവൾ വരും. അവളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണോ സിദ്ധു? എനിക്കെൻ്റെ മകനെ നഷ്ടപ്പെട്ടു. അവന് ഇനി സമ്പത്ത് ഒരിക്കലും എനിക്ക് തിരിച്ചു തരില്ല. ശീതളിനെ എങ്കിലും എനിക്ക് തരൂ സിദ്ധു. സിദ്ധാർത്ഥ്: ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? വേദിക: നിങ്ങൾ പോയി ശീതളിനെ വിളിച്ചുകൊണ്ട് വരണം. സിദ്ധാർത്ഥ്: സുമിത്ര പ്രശ്നമുണ്ടാക്കിയാൽ എന്ത് ചെയ്യും? വേദിക: സുമിത്ര പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതി ശീതളിനെ വീണ്ടും ആത്മഹത്യയിലേക്ക് തള്ളിവിടണോ? സിദ്ധാർത്ഥ്: ഞാൻ പോകാം. വേദിക: നീ വിഷമിക്കണ്ട, ഞാൻ പോയി ശീതളിനെയും കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. സിദ്ധാർത്ഥ് പോയ ശേഷം വേദിക പകയോടെ ചിന്തിക്കുന്നു. ശീതൾ ഇവിടെ വേണം. സുമിത്രയുടെ അടുത്ത് നിന്നും അവളെ ഇവിടെ കൊണ്ടുവരണം. അവളെ എൻ്റെ അടുത്തുണ്ടായാലേ എനിക്ക് സുമിത്രയെ തോൽപ്പിക്കാൻ പറ്റൂ. അടുത്ത ഭാഗം സിദ്ധാർത്ഥ് സ്വന്തം വീട്ടിലെത്തുന്നു. അകത്തേക്ക് കടന്നതിന് ശേഷം ശീതളിനെ വിളിക്കുന്നു. സുമിത്ര അങ്ങോട്ട് വരുന്നു. സിദ്ധാർത്ഥ് സുമിത്രയോട്: എൻ്റെ മോൾ എവിടെ? എന്തിനാ ശീതളിനെ അന്വേഷിക്കുന്നത്? കാണാനാണോ അതോ കൊണ്ടുപോകാനോ? സിദ്ധാർത്ഥ്: എന്താ, എനിക്കിവിടെ വന്നൂടെ? സുമിത്ര: നിങ്ങളിവിടെ ചുമ്മാതെ വരില്ലാന്ന് എനിക്കറിയാം. ഇവിടെ എന്നോടൊപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടിയല്ലേ നിങ്ങൾ പോയത്? ശീതൾ അങ്ങോട്ട് വരുന്നു. ശീതൾ സിദ്ധാർത്ഥിനോട്: അച്ഛൻ വന്നോ? ഞാൻ അച്ഛനെ കാത്തിരിക്കുകയായിരുന്നു. ഇന്നലെ അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ കരുതി അച്ഛൻ വരില്ലെന്ന്. നമുക്ക് പോകാം അച്ഛാ. സുമിത്ര: മോളെ കൊണ്ടുപോകാനാണോ നിങ്ങൾ വന്നത്? ഇനിയും അവളെ അവിടെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്താനാണോ? സിദ്ധാർത്ഥ്: അവൾക്കന്ന് എന്താണ് സംഭവിച്ചതെന്ന് അവൾ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. സുമിത്ര: എന്താണ് ആ വീട്ടിൽ അന്ന് നടന്നതെന്ന് എനിക്കറിയാം. നിങ്ങളത് പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. ശീതൾ: അച്ഛൻ ഇങ്ങോട്ട് വന്ന ഉടനെ അമ്മ വഴക്കുണ്ടാക്കിയാണോ? അമ്മയുടെ ഈ സ്വഭാവം കാരണമാണ് അച്ഛൻ വേദികാന്റിക്കൊപ്പം ജീവിക്കുന്നത് തന്നെ. സരസ്വതി അമ്മ അങ്ങോട്ട് വരുന്നു. മോനെ, നീ വന്നോ? സിദ്ധാർത്ഥ്: അതെ അമ്മേ. സരസ്വതി: നീ എപ്പോൾ വന്നു മോനെ? ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ അമ്മേ. സരസ്വതി അമ്മ സുമിത്രയോടായിട്ട്: എൻ്റെ മകൻ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക പോലും ചെയ്യാതെ നിൽക്കുകയാണോ സുമിത്രേ നീ? സുമിത്ര: ഞാൻ കൊടുത്താൽ അമ്മയുടെ മകൻ വെള്ളം കുടിക്കൂ? അമ്മേ, എന്നോടൊപ്പം ജീവിക്കാൻ അറപ്പുള്ളയാൾ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുമെന്ന് എന്താ ഉറപ്പ്? ശിവദാസ മേനോൻ അങ്ങോട്ട് വരുന്നു. സിദ്ധാർത്ഥനെ കണ്ട ഉടനെ മേനോൻ: എന്തിനാണാവോ രാജകുമാരൻ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? സിദ്ധാർത്ഥ്: ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോകാൻ വന്നതാണ്. പ്രതീക്ഷ: അവളെ ഞങ്ങൾ ഇവിടുന്ന് വിട്ടാലല്ലേ അച്ഛന് കൊണ്ടുപോകാൻ സാധിക്കൂ? സരസ്വതിയമ്മ: അത് പറയാൻ നീ ആരാ? ഒരേട്ടന് അനുജത്തിനുള്ളതിനേക്കാൾ അധികാരം അച്ഛന് മകളിലുണ്ട്. സുമിത്ര: അച്ഛന് മകളോട് അധികാരമുണ്ടെങ്കിലും അതവളുടെ ജീവിതം തകർക്കാനും മറ്റുള്ളവരോട് കണക്ക് തീർക്കാനുമല്ല ഉപയോഗിക്കേണ്ടത്. ശീതളിനെ വിടാനാകില്ല. സിദ്ധാർത്ഥ്: എൻ്റെ മകൾ എന്നോടൊപ്പം വരും. അത് നീ ഉപയോഗിച്ച പോലീസ് ഫോഴ്സിൻ്റെ ആവശ്യമൊന്നും എനിക്ക് വേണ്ട. അത് എൻ്റെ മോൾക്ക് നന്നായിട്ടറിയാം. പ്രതീക്ഷ: പോലീസാണ് ഇവളെ ഇങ്ങോട്ട് അയച്ചത്. അതുകൊണ്ട് പോലീസ് പറയാതെ അവളെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ശീതൾ: ഞാൻ എവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. ആര് പറഞ്ഞാലും ഞാൻ എൻ്റെ അച്ഛനോടൊപ്പം പോവും. പോലീസല്ല തീരുമാനിക്കേണ്ടത് ഞാൻ എവിടെ ജീവിക്കണമെന്നത്. എൻ്റെ അച്ഛനെ ആരും വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ വെച്ച് എൻ്റെ അച്ഛനെ വേദനിപ്പിക്കുകയാണ് പലരുടെയും ലക്ഷ്യം. അത് നടക്കില്ല. സിദ്ധാർത്ഥ്: മോള് പറഞ്ഞത് കേട്ടില്ലേ? അവൾ എന്നോടൊപ്പം വരികയാണെന്ന്. അവളെ ഞാൻ കൊണ്ടുപോവുക. പ്രതീക്ഷ: ഞങ്ങളെ എതിർത്ത് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. സിദ്ധാർത്ഥ് ചാടി എണീറ്റ് പ്രതീക്ഷനോടായിട്ട്: എന്നാൽ നീയൊന്ന് എതിർത്ത് നോക്കടാ. നിന്നെ നേരിടാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് നിന്റെ അച്ഛനെന്ന് പറഞ്ഞു നിൽക്കുന്നു? ശീതള്: ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ അച്ഛനോടൊപ്പം പോകും. ആരെങ്കിലും എന്നെ എതിർക്കാൻ നോക്കിയാൽ അന്ന് അവിടെ ചെയ്തതുപോലെ ഇവിടെയും ഞാൻ ചെയ്യും. എന്നെ എൻ്റെ അച്ഛനോടൊപ്പം വിട്ടില്ലെങ്കിൽ ഉറപ്പായും ഞാൻ ആത്മഹത്യ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ഉറപ്പായും ചെയ്യും. വാ അച്ഛാ, നമുക്ക് പോവാം. ശീതളിൻ്റെ വാക്കുകൾ കേട്ട് സിദ്ധാർത്ഥ് ഉൾപ്പെടെ എല്ലാവരും ഷോക്ക്ഡാവുന്നു. മറുത്തു പറയാതെ ശീതൾ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് നിറകണ്ണോടെ സുമിത്ര. വിഷമിച്ച് നിൽക്കുന്ന സുമിത്രയോടായി സിദ്ധാർത്ഥ്: സുമിത്രേ, നീ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എൻ്റെ മകളെ തടഞ്ഞു നിർത്താൻ നിനക്ക് സാധിച്ചില്ല. അതിൻ്റെ കാരണം എന്തെന്ന് നീ സ്വയം ഒന്ന് ആലോചിച്ചു നോക്ക്. അപ്പോൾ നിനക്ക് മനസ്സിലാകും ഞാനാണോ നീയാണോ ശരിയെന്ന്. എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് ശീതളിനോടൊപ്പം പടിയിറങ്ങുന്നു. ഇതോടെ എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.